ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയായി. പ്രതി തസ്ലീമയുമായി പെൺവാണിഭ ഇടപാടെന്നും ലഹരിക്കടത്ത് ബന്ധം അറിയില്ലെന്നും മോഡലായ സൗമ്യ വെളിപ്പെടുത്തി. കേസിൽ നടന്മാരായ ഷൈനെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്തു. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ലഹരിയിൽ നിന്ന് മോചനം നേടണമെന്നും നടൻ ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിൽ ആവശ്യപ്പെട്ടു. ഷൈനെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റി. ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി സിനിമാ നടന്മാർക്ക് ബന്ധമില്ലെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്ന് എക്സൈസ് കണ്ടെത്തിയതായാണ് വാർത്തകൾ പുറത്തുവരുന്നത്. നിഷ, നീലിമ, ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ഇന്ന് ഇപ്പോൾ ചോദ്യം ചെയ്ത ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ബന്ധമില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ അശോക് കുമാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഷൈൻ ടോം ചാക്കോ ലഹരിക്ക് അടിമയാണ്. ഷൈനെ തൊടുപുഴയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷൈന്റെ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരമാണ് അങ്ങോട്ടേക്ക് മാറ്റിയത്. ഷൈന്റെ മാതാപിതാക്കൾ വൈകിട്ട് വന്ന് ഇയാൾ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു എന്നതിന്റെ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട്. എക്സൈസ് കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ലഹരിക്ക് അടിമയാണ് ഷൈൻ, അതുകൊണ്ട് വിമുക്തി കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഷൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഇവർക്കെതിരെ യാതൊരു തരത്തിലുള്ള ആലപ്പുഴയിലെ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. വേണ്ടി വന്നാൽ വീണ്ടും വിളിപ്പിക്കും. ഒപ്പം തന്നെ കേസിന്റെ വിശദാംശങ്ങളൊക്കെ വെളിപ്പെടുത്താൻ നിയമ തടസ്സമുണ്ട്. കേസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയില്ല. എന്തായാലും നിരവധി ആളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. നാളെ ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ വിജയിയായ ജിൻഡോയെയും ഒപ്പം തന്നെ സിനിമാ നിർമ്മാണ മേഖലയിലെ ജോഷി എന്ന് പറയുന്ന മറ്റൊരാളെയും നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ചോദ്യം ചെയ്ത ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, കൊച്ചിയിലെ മോഡൽ സൗമ്യ, ഈ 3 പേർക്കും ഇതുമായി ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. സൗമ്യ ഇറങ്ങി വന്ന സമയത്ത് പ്രതികരിച്ചിരുന്നു. മാധ്യമങ്ങളോട് നമ്മൾ ചോദിച്ചതിന് മറുപടിയായി തസ്ലിമയെ അറിയാം, വളരെ കാലത്തെ പരിചയമുണ്ട്, തസ്ലിമയുമായി ഇടപാടുകൾ ഒന്നും ഇല്ല, ലഹരി ഇടപാടുകൾ ഇല്ല എന്ന തരത്തിലാണ് സൗമ്യ സംസാരിച്ചത്. പക്ഷേ എക്സൈസിന് നൽകിയ മൊഴിയിൽ സൗമ്യ വെളിപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത് റിയൽ മീറ്റ് ഇടപാട് ആണ് തനിക്ക് തസ്ലിമയുമായി ഉള്ളത്. പെൺവാണിഭ ഇടപാടുകൾ ഈ ഒരു കോഡ് ഭാഷയിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് തങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ എക്സൈസിന് നൽകിയ മൊഴിയിൽ സൗമ്യ പറയുന്നുണ്ട്. പക്ഷേ ഇറങ്ങി വന്നപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തസ്ലിമയെ അറിയാമെന്ന് മാത്രമാണ്. ലഹരി കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, ലഹരി ഇടപാടിനെ കുറിച്ച് അറിയില്ല എന്നാണ് സൗമ്യ പ്രതികരിച്ചത്. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും പറയാൻ തയ്യാറായില്ല. എന്തായാലും നാളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിഗ് ബോസ് താരം ജിൻഡോയെയും ഒപ്പം തന്നെ സിനിമാ നിർമ്മാണ മേഖലയിലെ മറ്റൊരാളെയും നാളെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. നീലിമ, നിഷ ദിലീപാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്.